നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രതീക്ഷയുടെ ഒന്നാം പടവിൽ നിൽക്കുന്ന എന്റെ കുടുംബം നിരാശയുടെ താഴത്തെ പടിയിലേക്ക് വീഴും. അവരുടെയൊക്കെ മുമ്പില് ഞാൻ വെറുക്കപ്പെട്ടവനാവും. രാജുവിന്റെ ആ തീരുമാനത്തിലാണ് ശ്രീയുടെ ഭാവി ഇരിക്കുന്നത്. സന്തോഷത്തോടുള്ളൊരു ജീവിതമല്ലേ അച്ഛ, പണത്തെക്കാളും പ്രതാപത്തെക്കാളും ഒക്കെ വലുത്. അത് സത്യം. എന്റെ മോള് പറഞ്ഞതാ അതിന്റെ സത്യം. പിന്നെ ശ്രീ, അവള് പഠിക്കാൻ മിടിക്കുക, നല്ല സ്വഭാവം. ഇവൻ വലയിട്ടപ്പോ അവള് വീണുപോയി, അത് മാത്രം അവളുടെ ഒരു കുറവ്. നീ അവിടെ പോയി ചൂണ്ടിടുന്ന കണ്ടിട്ടാ ഞാൻ വലയിട്ടത്. ആ അതൊക്കെ പോട്ടെ. ചൂണ്ടയായാലും വലയായാലും ശ്രീയെ കുറിച്ച് ഈ കോളനിക്കാർക്കൊന്നും ഒരു മോശം അഭിപ്രായവും ഇല്ല. പഠിച്ചവള് നല്ല ജോലിയും വാങ്ങും. അമ്മ ഇന്നിപ്പോ ആവശ്യപ്പെടുന്ന സ്ത്രീധനം ഉണ്ടല്ലോ, അത് നിയമവിരുദ്ധ, അറിയോ? അതെ അതെ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ചോദിക്കുന്നതും കുറ്റകരമാണ്. അതെ, അച്ഛന്റെ ഫിനാൻസ് കമ്പനി നടത്തിക്കൊണ്ടുപോവാൻ അവള് മാത്രം മതി. അതുകൊണ്ട് അമ്മ സ്ത്രീധനത്തിന്റെ മറ്റും കടുംപിടുത്തങ്ങൾ വിട്ട് ഇവന്റെ ശ്രീയുടെയും കല്യാണം നടത്താൻ തീരുമാനം എടുക്കുക. രവീടിന് എന്ത് പറയുന്നു? എടോ, മോള് പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്. പണമല്ലല്ലോ രുക്മിണി വലുത്, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ. ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ എന്തെല്ലാം നേടി. അതുപോലെ അവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോ ഐശ്വര്യം താനേ വന്നോളും പുറകെ. ഈ ശ്രീധനം ശ്രീധനം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങുന്ന ഈ പണത്തിന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണുനീരും കാണും. അത് കൊണ്ടുവന്ന് പെട്ടിയിൽ അടച്ചു വെച്ചാ നമുക്ക് ഗുണം പിടിക്കത്തില്ല രുക്മിണി. രവിയേട്ടനും അതാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് അതങ്ങ് നടത്താം. അതെ, വരട്ടെ വരട്ടെ വരട്ടെ. അത് ഒറ്റയടിക്ക് അങ്ങനെ നടത്തി കളയണ്ട. ഇവനെ ഇപ്പൊ അങ്ങനെ സൂചിക്കണ്ട. എടാ, നീ ഒറ്റയ്ക്ക് വല വലിച്ചോണ്ട് പോയാലേ ചിലപ്പോ എന്റെ ചൂണ്ടയില് രാജു കൊത്തൂല. അമ്മേ, അച്ഛ, പറമോളെ, 1 രൂപ സ്ത്രീധനം ഇല്ലാതെ ഇവനും ശ്രീയുമായിട്ടുള്ള കല്യാണത്തിനുള്ള സമ്മതം നമ്മൾ അവരോട് പറയും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഹരീഷും ശ്രീയുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ഈ രമ്യയും രാജുവായിട്ടുള്ള വിവാഹത്തിന് രാജു സമ്മതിക്കണം. എന്റെ പൊന്നു മോളെ, നീ എന്റെ മോള് തന്നെയാണോ? എന്തൊരു കാഞ്ഞ ബുദ്ധിയാ നിനക്ക്. അങ്ങനെ പറയണോ അമ്മേ? രാജു സമ്മതിച്ചില്ലെങ്കിലേ ഇവന്റെ കാര്യം കട്ടപ്പോക. അമ്മേ, അതേടാ, നീ മാത്രമായിട്ട് അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നിന്റെ ചെലവിലാണെങ്കിൽ പോലെ എന്റെ കാര്യം കൂടെ നടക്കണ്ടേ? എന്താ എല്ലാരും കണ്ണീ ടോർച്ചടിച്ച പോലെ നിൽക്കുന്നേ? അല്ല, അല്പം മുമ്പല്ലേ എല്ലാരും കൂടെ ഇവിടെ വന്നിട്ട് പോയത്. വീണ്ടും വന്നപ്പോ എന്താ ഏതാന്നറിയാതെ ഒരങ്കലാപ്പ്. എന്നാ ഒരങ്കലാപ്പും വേണ്ട, കാര്യങ്ങളൊക്കെ കരക്കെടുത്തിട്ടുണ്ട്. ബാക്കി അമ്മ പറയും. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നു കളരാതമേ. ഹരീഷും ശ്രീയായിട്ടുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതം. ശ്രീ, സന്തോഷായില്ലേ? സന്തോഷായി. കല്യാണം നടത്തുന്നത് മാത്രമല്ല, ശ്രീയെ തുടർന്ന് പഠിപ്പിക്കാനും ഞങ്ങൾ ഒരുക്കാം. അതിന്റെയൊക്കെ ചെലവുകളും കല്യാണത്തിന്റെ ഉൾപ്പെടെയുള്ള ചെലവുകളും ഞങ്ങൾ നടത്തും. തീർന്നില്ല,
ഇതൊക്കെ ഞങ്ങള് ഒരു ഔദാര്യമായിട്ട് ചെയ്യുന്നതല്ല. കുട്ടികളുടെ ആഗ്രഹം നടക്കണം. കടുങ്കൈക്കൊന്നും മുതിരാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അതൊക്കെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ഞങ്ങളുടെ വിചാരം. സന്തോഷമായി രുക്മിണിയമ്മ. എന്തായാലും കുട്ടികൾ മോഹിച്ചത് നടന്നല്ലോ, സന്തോഷായി. അതെ, കുട്ടികൾ മോഹിച്ചത് നടക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് കുട്ടികൾ രണ്ടാണേ. മോന്റെ ആഗ്രഹം നടക്കുന്നു. അതില് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷം. മോൾക്കും അതുപോലൊരു ആഗ്രഹമുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ അതിനും കൂടി ഒരു തീരുമാനം ഉണ്ടാവണം. അതായത് പണ്ടൊക്കെ നടക്കുന്നത് പോലെ ഒരു മാറ്റ കല്യാണം. ഹരീഷ് ശ്രീയെ കല്യാണം കഴിക്കുമ്പോ രാജു രമ്യയെ കല്യാണം കഴിക്കണം. ഈ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനം ഉണ്ടായാൽ മറ്റന്നാ ഹരീഷും ശ്രീയുമായുള്ള കല്യാണം. ഒരാഴ്ച കഴിഞ്ഞ് രമ്യ രാജുവായിട്ടുള്ള കല്യാണം. എന്താ? ഇനി രാജുവാണ് തീരുമാനം പറയേണ്ടത്. രാജുവിന്റെ ആ തീരുമാനത്തിലാണ് ശ്രീയുടെ ഭാവി ഇരിക്കുന്നത്. രാജു എന്തു പറയുന്നു? എനിക്ക് ഒന്നാലോചിക്കണം. ആലോചിച്ച് പറഞ്ഞാ മതി. നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. മാത്രമല്ല, പ്രിയയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി സ്ത്രീധനവും ഞങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്യും. നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. മാത്രമല്ല, പ്രിയയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി സ്ത്രീധനവും ഞങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഞാൻ എസ് പറഞ്ഞ ശ്രീക്ക് ആഗ്രഹിച്ച ജീവിതം, പ്രിയക്ക് വീട് പണി തീർക്കാനുള്ള പണം, എല്ലാവരുടെ സ്നേഹം. ഞാൻ നോ പറഞ്ഞ പ്രതീക്ഷയുടെ 1-ാം പടവിൽ നിൽക്കുന്ന എന്റെ കുടുംബം നിരാശയുടെ താഴത്തെ പടിയിലേക്ക് വീഴും. അവരുടെയൊക്കെ മുമ്പില് ഞാൻ വെറുക്കപ്പെട്ടവനാവും. രാജുവിന്റെ ആ തീരുമാനത്തിലാണ് ശ്രീയുടെ ഭാവി ഇരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.